പ്രിയപ്പെട്ട കൂട്ടുകാരെ, നാം ഈ കാണുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച വീട്. അതായത് അവിടുത്തെ വല്ലിപ്പയായ അബ്ദുൽ മുത്തലിബ് എന്നവരുടെ വീട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ ജീവിച്ച കാലത്തുള്ള വീടുകളൊക്കെ പിൽക്കാലത്ത് പൊളിക്കപ്പെട്ടുപോയി. പിന്നീട് അവിടെ ഒരു ലൈബ്രറി പണിതതാണ്. മക്തബത്തു മക്ക അൽ മുക്കറം എന്ന് പറയുന്ന അവിടെ ബോർഡിന്റെ നേരെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ തന്നെ ഉള്ളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്, ഈ ലൈബ്രറിയുടെ ഉള്ളിൽ തങ്ങൾ ജനിച്ച സ്ഥലം പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കുകയില്ല, കാരണം അവിടെ ക്ലോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മുമ്പൊക്കെ അതിലേക്ക് കടക്കാൻ കഴിയായിരുന്നു. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവ് അബ്ദുള്ള എന്നവരും ആമിന ബീവി റളിയല്ലാഹു അൻഹുമ, ഈ രണ്ടുപേരും വിവാഹം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമിന ബീവി ഗർഭം ധരിക്കുകയാണ്. ആ സമയത്ത് തന്നെ കച്ചവടാർത്ഥം യാത്ര പുറപ്പെട്ട അബ്ദുള്ള എന്ന പിതാവ് മരണപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിന് ശേഷം ഹരീമത്തു സഅദിയ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വളർത്താൻ വേണ്ടി അവിടുത്തെ ഗ്രാമത്തിലേക്ക്, വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അന്നത്തെ കാലത്തൊക്കെ ഗ്രാമങ്ങളിലേക്ക്, പട്ടണങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് കുട്ടികളെ ഈ രൂപത്തിൽ മുല കൊടുത്ത് വളർത്താൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം പിന്നീട് ഹരീമത്തു സഅദിയ ഉമ്മക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ ആമിന ബീവി വഫാത്താകുന്നു. ശേഷം പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നബിയെ സംരക്ഷിച്ചതും വളർത്തിയതൊക്കെ വല്ലിപ്പയായ അബ്ദുൽ മുത്തലിബ് എന്നവരാണ്. അത് ഈ വീട്ടിൽ വെച്ചുകൊണ്ടാണ്. പിന്നീട് അബ്ദുൽ മുത്തലിബിന്റെ മരണശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബൂ ത്വാലിബ്, അവിടുത്തെ മൂത്താപ്പയായ അബൂ ത്വാലിബ് ഏറ്റെടുക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വീട്ടിൽ നിന്ന് മാറുകയും ചെയ്തു.